കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് പാലാ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. പാലാ നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറിയിരിക്കുന്നു. UDFിലെ ദിയ ബിനു പുളിക്കക്കണ്ടം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന പദവിയും ഏറ്റെടുത്തു. മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാർത്ഥിയായും വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അച്ഛൻ ബിനു പുളിക്കക്കണ്ടം, വല്യച്ഛൻ ബിജു പുളിക്കക്കണ്ടം, കൂടാതെ ദിയ ബിനു പുളിക്കക്കണ്ടം, ഇവർ 3 പേരും സ്വതന്ത്ര കൂട്ടായ്മയായിട്ടാണ് മത്സരിച്ചത്. UDF ഇവർക്ക് പിന്തുണയും നൽകിയിരിക്കുന്നു. ആ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് UDFിനൊപ്പം ചേർന്നുകൊണ്ട് 14 പേരുടെ പിന്തുണയാണ് ദിയയ്ക്ക് കിട്ടിയത്. നല്ല ഭരണം പാലായിൽ കാഴ്ചവെക്കും എന്ന കാര്യമാണ് ദിയ വ്യക്തമാക്കിയിരിക്കുന്നത്. പൊളിറ്റിക്സ് അല്ലേ, ഇതൊരു കോയിൻസിഡൻസ് ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അച്ഛൻ്റെ വാക്ക് കടമെടുത്ത് കാലം കാത്തുവെച്ചൊരു കാവ്യനീതി എന്ന് തന്നെ ഇതിന് പറയാം. ഒത്തിരി സന്തോഷം തോന്നുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം റോം നഷ്ടപ്പെട്ട മാർപ്പാപ്പയുടെ അവസ്ഥ എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റിലമായ പാലായിലെ സർവ്വ ഭരണങ്ങളും കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണുള്ളത്. കോട്ടയത്തെ പാർലമെൻറ്റ് സീറ്റ് നഷ്ടമാകുന്നു, പിന്നീട് നിയമസഭാ സീറ്റ് നഷ്ടമാകുന്നു. ഇപ്പോഴത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയിലെ ഭരണവും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനെപ്പോഴും പറയും, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനമല്ല മറ്റു തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, അതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ കണ്ടു. ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. സ്വതന്ത്ര കൂട്ടായ്മയായിട്ടാണ് ബിനുവും ബിജുവും ദിയയും മത്സരിച്ചത്. പിന്നീട് LDFിലേക്ക് പോകണോ UDFിലേക്ക് പോകണോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ UDF തന്നെയാണ് തങ്ങളുടെ ഏറ്റവും നല്ല ഇടം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് UDFുമായിട്ട് മൂവരും കൈകോർക്കുകയും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന പദവിയിലേക്ക് ദിയ ബിനു എത്തുകയും ചെയ്തത്. പാലായിലെ വികസനം തന്നെയാണ് ദിയയ്ക്ക് മുന്നിലുള്ള സ്വപ്നം. അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും അനുഭവ പരിചയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും എന്നാണ് ദിയയും വ്യക്തമാക്കുന്നത്. ജോബിൻ തെക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.